നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ഭാരത് ന്യായ് യാത്ര എന്ന പേരിട്ടിരിക്കുന്ന ഈ യാത്ര മണിപ്പൂരിൽ നിന്നും മുംബൈയിലേക്കായിരിക്കും നടക്കുന്നത്. ജനുവരി 14 ആരംഭിക്കുന്ന യാത്ര മുംബൈയിൽ മാർച്ച് 20 മഹാസമ്മേളനത്തോടുകൂടി അവസാനിക്കുകയും ചെയ്യും. 14 സംസ്ഥാനങ്ങളിലൂടെ 65 ദിവസം എടുത്ത് 6200 കിലോമീറ്ററിലൂടെ കടന്നു പോകുന്ന ഈ യാത്ര 85 ജില്ലകളെ തൊടുന്നുണ്ട്. മണിപ്പൂർ, നാഗാലാൻഡ്, അസം, മേഘാലയ, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെ ആയിരിക്കും ഈ ഭാരത് ന്യായ് യാത്ര കടന്നു പോകുന്നത്. നമുക്കറിയാം, ഭാരത് ജോഡോ യാത്ര ഒരു പദയാത്രയായിരുന്നുവെങ്കിൽ ഭാരത് ന്യായ് യാത്ര അങ്ങനെ ആവില്ല. ഈ ഒരു യാത്ര ബസ്സിലായിരിക്കും എന്നുള്ള വിവരം കൂടി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കുവെക്കുന്നുണ്ട്. ബസ് യാത്രക്കിടെ ഇടയ്ക്കിടെ നടത്തം ഉണ്ടാകുമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഭാരത് ജോഡോ രാഹുൽ ഗാന്ധി നടത്തിയപ്പോൾ അത് ദക്ഷിണേന്ത്യയിൽ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത നേട്ടം ചെറുതായിരുന്നില്ല. കർണാടകത്തിലും തെലങ്കാനയിലും കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറാൻ അല്ലെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ സഹായിച്ചതിൽ ഭാരത് ജോഡോ യാത്രയ്ക്കുള്ള പങ്ക് ചെറുതല്ല. ഇങ്ങനെ ഒരു അവസ്ഥ തങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഈ യാത്ര തങ്ങൾക്ക് വളരെ പോസിറ്റീവായ ഒരു പ്രതികരണം നേടിത്തരും എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഈ ഭാരത് ന്യായ് യാത്രയിലേക്ക് കടക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള INDAA എന്ന പ്രതിപക്ഷ മുന്നണിക്ക് ഈ ഭാരത് ന്യായ് യാത്രയോട് അത്ര താല്പര്യമില്ല എന്നുള്ള കാര്യം അവരുടെ കഴിഞ്ഞ യോഗത്തിൽ തന്നെ ഉയർന്നു വന്നതാണ്. കാരണം മറ്റ് സഖ്യകക്ഷികൾ കോൺഗ്രസിനോട് പറഞ്ഞത് ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പ് ഇപ്പോൾ ഇറക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു. തീർച്ചയായും മറ്റ് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ പ്രധാനപ്പെട്ട ഈ സഖ്യകക്ഷികൾ, തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ യാത്രയുടെ ഭാഗമാകുമോ എന്ന വലിയ ഒരു ചോദ്യം കൂടി മുന്നിലുണ്ട്. ഇതിനും KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം സഖ്യകക്ഷികളെ നിലവിൽ ഈ യാത്രയിൽ പങ്കെടുപ്പിക്കുന്ന കാര്യത്തെപ്പറ്റി ആലോചിച്ചിട്ടില്ല, ഭാവിയിൽ അതിനെപ്പറ്റി ആലോചിക്കുമെന്നതായിരുന്നു. എന്തായാലും ഒറ്റയ്ക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും ഹൈജാക്ക് ചെയ്ത് കയറുക എന്നുള്ള കോൺഗ്രസിന്റെ ഒരു സ്ഥിരം തന്ത്രം തന്നെയാണ് അവർ ഇവിടെയും പ്രയോഗിക്കാൻ താല്പര്യപ്പെടുന്നത്. പക്ഷേ ഇതിനോട് എങ്ങനെയായിരിക്കും INDAA എന്ന മുന്നണിയിലുള്ള സഖ്യകക്ഷികൾ പ്രതികരിക്കാൻ പോകുന്നത് എന്ന ചോദ്യം ബാക്കിയാണ്. നമുക്കറിയാം, ഏപ്രിൽ മെയ് മാസത്തിലാണ് രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. INDAA എന്ന മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ് നിൽക്കുന്ന അതേ സമയം തന്നെ മറ്റ് സഖ്യകക്ഷികളെ ചെറുതാക്കി കാണിക്കാൻ, അല്ലെങ്കിൽ അവരുടെ മേഖലയിൽ പോലും തങ്ങൾക്കാണ് ആധിപത്യം എന്ന് തെളിയിക്കാനുള്ള ഒരു തീവ്ര പരിശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. എന്തായാലും പല അഭിപ്രായ സർവേകളും പ്രവചനങ്ങളും ഒക്കെ പുറത്തു വന്നിരിക്കുന്നത് 2024 രാജ്യത്ത് BJP അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും 353 സീറ്റുകൾ നേടി BJP അധികാരത്തിലേറും എന്നുള്ള ചില റിപ്പോർട്ടുകൾ പോലുമുണ്ട്. മോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകും എന്നുള്ള ശക്തമായ സൂചനയുമുണ്ട്. ആ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പ് നടത്തുക എന്നത് മാത്രമേ ഇനി അവരുടെ കയ്യിലുള്ള ഏക ഒരു തന്ത്രം എന്നുള്ളൂ. അല്ലെങ്കിൽ BJPക്കെതിരെയുള്ള ആവനാഴിയിലെ അവസാന അമ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു ഭാരത് ന്യായ് യാത്ര എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു യാത്ര അവരുടെ സഖ്യകക്ഷികളെ പിണക്കുമോ, അല്ലെങ്കിൽ INDAA എന്ന സഖ്യം ഒരു തകർച്ചയിലേക്ക് പോകാനുള്ള കാരണമാകുമോ എന്ന വലിയ ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.